കഴിഞ്ഞ വർഷം +2 നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ ഒരുപാട് കുട്ടികളെ ഹെൽപ്പ് ചെയ്ത ഒരു മെറ്റീരിയലാണ് എജുപോർട്ടിന്റെ സിലബസ് ട്രാക്കർ. ഈ സിലബസ് ട്രാക്കറിന്റെ പ്രത്യേകത എന്താണെന്ന് അറിയോ നിങ്ങൾക്ക്? ഇത് കംപ്ലീറ്റ്ലി ഫ്രീ ആണ്. കഴിഞ്ഞ വർഷം ഒരുപാട് +2 കുട്ടികളെ നല്ല മാർക്കിലേക്ക് എത്തിക്കാൻ ഹെൽപ്പ് ചെയ്ത ഒരു മെറ്റീരിയലാണ് എജുപോർട്ടിന്റെ സിലബസ് ട്രാക്കർ. ഇത് വെച്ചുകൊണ്ടാണോ ഞങ്ങൾ പഠിക്കേണ്ടത്? ഇത് വെച്ചുകൊണ്ട് നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് നല്ലതുപോലെ യൂസ്ഫുൾ ആകും എന്നുള്ളതാണ്. എങ്ങനെയാണ് സിലബസ് ട്രാക്കർ യൂസ് ചെയ്യേണ്ടത്? എന്താണ് സിലബസ് ട്രാക്കർ? സിലബസ് ട്രാക്കർ കൊണ്ടുള്ള ഉപകാരങ്ങൾ എന്ത്? എല്ലാം ഞാൻ പറഞ്ഞു തരാം. സിലബസ് ട്രാക്കർ എന്ന് പറയുന്നത് എജുപോർട്ട് പുറത്തിറക്കുന്ന ഒരു റിവിഷൻ മെറ്റീരിയലാണ്. ഈ മെറ്റീരിയലിൽ നിങ്ങളുടെ പഠിക്കാനുള്ള ചാപ്റ്റേഴ്സിലെ കണ്ടന്റോ കാര്യങ്ങളോ ഒന്നും അല്ല ഉള്ളത്. നിങ്ങൾക്കൊരു ചാപ്റ്റർ എത്ര തവണ റിവൈസ് ചെയ്യാനുണ്ട്, ഒരു ചാപ്റ്ററിന്റെ ഡിഫിക്കൽട്ടി ലെവൽ നിങ്ങളുടെ അഭിപ്രായത്തിൽ എന്താണ്, നിങ്ങൾക്ക് ആ ഒരു ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും നോട്ട് ചെയ്ത് വെക്കാനുണ്ടോ, നിങ്ങൾക്ക് എത്ര ചാപ്റ്റേഴ്സ് പഠിക്കാനുണ്ട്, ഏതൊക്കെ സബ്ജക്റ്റിലെ ചാപ്റ്റേഴ്സാണ് പഠിക്കാനുള്ളത്, ഇങ്ങനെ എല്ലാ കാര്യങ്ങളും നോട്ട് ചെയ്ത് വെക്കാൻ പറ്റിയ ഒരു കിടില മെറ്റീരിയൽ. ഇത് നിങ്ങളുടെ റൂമിൻ്റെ മുമ്പിൽ നിങ്ങൾ പഠിക്കുന്ന സ്റ്റഡി ടേബിൾ ഉണ്ടാവില്ലേ, അവിടെ ഇങ്ങനെ ഒട്ടിച്ച് വെക്കുക. എന്നിട്ട് ചാപ്റ്റേഴ്സിൻ്റെ ലിസ്റ്റൊക്കെ നോക്കുക, എത്ര തവണ ഞാനത് പഠിച്ചു, എൻ്റെ അതിലെ മാസ്റ്ററി ലെവൽ എന്ത് എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് നോട്ട് ചെയ്ത് വെക്കാം. ഇതുകൊണ്ടുള്ള ഉപകാരം എന്ത് എന്നുള്ളതല്ലേ, നിങ്ങൾക്ക് എങ്ങനെ റിവൈസ് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതൊക്കെ ചാപ്റ്ററാണ് കൂടുതൽ ടൈം എടുത്ത് റിവൈസ് ചെയ്യേണ്ടത്, നിങ്ങൾ ആ ചാപ്റ്റർ എത്രത്തോളം റിവൈസ് ചെയ്തിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് അതിൽ രേഖപ്പെടുത്താം. ഇതുമൂലം നിങ്ങൾക്ക് എക്സാമിന് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് പഠിച്ചിട്ടും നല്ല മാർക്കിലേക്ക് എത്താൻ പറ്റാത്തത് എന്തുകൊണ്ടാണെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടില്ലേ? അത് പ്രോപ്പറായിട്ട് റിവൈസ് ചെയ്യാത്തത് കൊണ്ടാണ്. അപ്പോൾ പ്രോപ്പറായിട്ട് റിവൈസ് ചെയ്യാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനുള്ളത് കൂടിയാണ് നമ്മുടെ ഈ സിലബസ് ട്രാക്കർ. ഓക്കെ, ഈ സിലബസ് ട്രാക്കർ വളരെ ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് കിട്ടും എന്ന് ഞാൻ പറഞ്ഞല്ലോ. അതെങ്ങനെയാണ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടുക? അത് ഞാൻ പറഞ്ഞല്ലോ, ഇത് ഒരു ഫിസിക്കലായിട്ടുള്ള സംഭവമാണ്, അതായത് ഒരു മെറ്റീരിയലാണ്. അത് നിങ്ങളുടെ കയ്യിലെത്തണം. അപ്പോൾ ഇത് നിങ്ങളുടെ കയ്യിലെത്തണമെങ്കിൽ, നിങ്ങളുടെ വീട്ടിലെത്തണമെങ്കിൽ പോസ്റ്റ് വഴി അയച്ചു തരണ്ടേ? അപ്പോൾ അതിന് നിങ്ങൾ കുറച്ച് ഡീറ്റെയിൽസ് കാര്യങ്ങൾ സബ്മിറ്റ് ചെയ്യണം. നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഈ വീഡിയോയുടെ താഴെ നിങ്ങൾക്കൊരു ലിങ്ക് കിട്ടും. ആ ലിങ്കിൽ കയറിയിട്ട് ലിങ്കിൽ ഓപ്പൺ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ കിട്ടുക: പ്ലാൻ യുവർ സ്റ്റഡീസ് ബൈ എജുപോർട്ട് സിലബസ് ട്രാക്കർ, രജിസ്റ്റർ വിത്ത് യുവർ ഡീറ്റെയിൽസ്, ഗെറ്റ് യുവർ ഫ്രീ സിലബസ് ട്രാക്കർ. ആദ്യം നിങ്ങളുടെ പേരടിക്കുക, സ്റ്റുഡൻസ് ഫുൾ നെയിം. നിങ്ങളുടെ പേരെന്താണോ അത് ഫുള്ളായിട്ട് ഇവിടെ അടിക്കുക കേട്ടോ. അർജുൻ മേനോൻ എന്നാണെങ്കിൽ അർജുൻ മേനോൻ എന്ന് പറയുന്ന നിങ്ങളുടെ പേര് കംപ്ലീറ്റ്ലി ഇവിടെ അടിക്കുക. കാരണം ആ അഡ്രസ്സിലാണ് സിലബസ് ട്രാക്കർ നിങ്ങൾക്ക് പോസ്റ്റ് വഴി വരാൻ പോകുന്നത്. പിന്നെ നിങ്ങളുടെ മൊബൈൽ നമ്പർ ഇവിടെ ടൈപ്പ് ചെയ്യുക. നിങ്ങളുടെ ക്ലാസ് ഏതാണോ ആ ക്ലാസ് ഇവിടെ ടൈപ്പ് ചെയ്യുക. ഓക്കെ, ആൻഡ് പിന്നെ നിങ്ങൾക്ക് താഴോട്ട് സ്ക്രോൾ ചെയ്താൽ നിങ്ങളുടെ ഫാദേഴ്സ് നെയിം ഉണ്ടാവും. പിന്നെ നിങ്ങളെ കണക്ട് ചെയ്യാനുള്ള വേറൊരു ആൾട്ടർനേറ്റ് ആയിട്ടുള്ള നമ്പറും കൂടി ചോദിക്കുന്നുണ്ട്. അത് ഓപ്ഷനലാണ്, അത് നിങ്ങൾ കൊടുത്താൽ ഇറ്റ്സ് ബെറ്റർ. പിന്നെ നിങ്ങളുടെ അഡ്രസ്സ്, ഈ അഡ്രസ്സ് പ്രോപ്പറായിട്ട് കൊടുത്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് സിലബസ് ട്രാക്കർ വീട്ടിലെത്തില്ല. നിങ്ങളുടെ അഡ്രസ്സ് കറക്റ്റായിട്ട് മാർക്ക് ചെയ്യുക, ലാൻഡ് മാർക്ക് കൊടുക്കുക, ആൻഡ് പിൻകോഡ് കൊടുക്കുക, നിങ്ങളുടെ ലൊക്കാലിറ്റി കൊടുക്കുക, ഡിസ്ട്രിക്റ്റ്, സ്റ്റേറ്റ്. എന്നിട്ട് ഇത്രയും ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഇവിടെ സെൻഡ് OTP ആൻഡ് സബ്മിറ്റ് എന്നുണ്ടാവും. നിങ്ങൾ ഈ പച്ച ബട്ടൺ, ഇത് പച്ച ആയിരിക്കില്ല, നിങ്ങളുടെ ഫോണിൽ ഏതാണോ അതിനനുസരിച്ച് ഒരു ബട്ടൺ ഉണ്ടാവും. അത് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു OTP വരും. ആ OTP വെച്ച് സബ്മിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ സിലബസ് ട്രാക്കർ കിട്ടാൻ അർഹനായി. നിങ്ങൾ രജിസ്റ്റർ ചെയ്തു. സിലബസ് ട്രാക്കർ നിങ്ങളുടെ വീട്ടിലേക്ക് എത്തുന്നതായിരിക്കും. പോസ്റ്റ് വഴി ആയിരിക്കും എത്തുക. എത്താൻ ഒരാഴ്ചയുടെ ടൈമെങ്കിലും മിനിമം നിങ്ങൾ കാണണം. പോസ്റ്റ് വഴി എത്തുന്നതല്ലേ, ഒരുപാട് കുട്ടികൾക്ക് അയക്കുന്നതും അല്ലേ, അപ്പോൾ അതിൻ്റെ ഒരു ഡിലേ ഉണ്ടായേക്കാം. എന്നാലും ഒരാഴ്ചയുടെ ഉള്ളിൽ സിലബസ് ട്രാക്കർ നിങ്ങളുടെ വീട്ടിലും എത്തും എന്ന് പ്രതീക്ഷിക്കാം. ആൻഡ് മറക്കണ്ട, രജിസ്റ്റർ ചെയ്യാനുള്ള ലിങ്ക് താഴെ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സ് കിട്ടും. ആൻഡ് ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണ് എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടി അയച്ചു കൊടുത്തുകൊണ്ട് പറഞ്ഞു. കാരണം നിങ്ങൾ സബ്മിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മാത്രമേ കിട്ടും. നിങ്ങളുടെ ഫ്രണ്ട്സിന് കിട്ടണമെങ്കിൽ അവർ സെപ്പറേറ്റ് ആയിട്ട് ഫോം ഫില്ല് ചെയ്യണം. ഓക്കെ, ഫ്രീ ആണ്, മറക്കണ്ട. അപ്പോൾ ശരി, ബൈ.